നമസ്കാരം. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ചില നിമിഷങ്ങൾ വെറും ഔപചാരിക കാഴ്ചകളല്ല, അവ അധികാരത്തിന്റെ ഉയർച്ചയും തകർച്ചയും ഒരേ സമയം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന രാഷ്ട്രീയ ചിത്രങ്ങളായി മാറാറുണ്ട്. പുതിയ നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഉയരുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തെ ആവേശത്തിലും അസ്വസ്ഥതയിലുമാക്കുന്നത്. വർഷങ്ങളോളം പാർട്ടിയിലും ഭരണത്തിലും അധികായ സ്വാധീനം പുലർത്തിയ പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നിരയിലിരുന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുമ്പോൾ അത് പ്രോട്ടേം സ്പീക്കറായ ഒരിക്കൽ CPM-ന്റെ കരുത്തുറ്റ മുഖമായിരുന്ന G. സുധാകരന്റെ മുന്നിലാകുമോ? 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം മെയ് 21-ന് ആരംഭിക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ കൗതുകമാവുക പ്രതിപക്ഷ നേതാവായി പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞ. അമ്പലപ്പുഴയിൽ നിന്നും സ്വതന്ത്രനായി ജയിച്ച മുതിർന്ന നേതാവ് G. സുധാകരനാവും പ്രോട്ടേം സ്പീക്കർ എന്ന നിലയിൽ അന്ന് സഭ നിയന്ത്രിക്കുക. ഇതോടെ G. സുധാകരന്റെ മുന്നിൽ പിണറായി വിജയൻ നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുമോ ഇല്ലയോ എന്നതാണ് ചർച്ചയാകുന്നത്. സഭയിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്ന മുതിർന്ന അംഗമെന്ന നിലയിലാണ് പ്രോട്ടേം സ്പീക്കറായി G. സുധാകരനെ നിശ്ചയിച്ചത്. മെയ് 21-ന് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ പൂർണ്ണ ചുമതല G. സുധാകരനായിരിക്കും. നിയമപ്രകാരം ആദ്യ ദിനം പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്തവർക്ക് പിന്നീട് സ്ഥിരം സ്പീക്കർ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമുണ്ടാകും. മെയ് 22-ന് UDF-ന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുതിയ സ്പീക്കറായി ചുമതലയേൽക്കുമെന്നാണ് വിവരം. കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ വർഷങ്ങളായി സൃഷ്ടിച്ചിരുന്ന അപ്രമാദിത്വത്തിന്റെ മതിൽ തകർന്നു വീഴുന്ന നിമിഷമായി തന്നെയാണ് ഈ ചർച്ചയെ പലരും കാണുന്നത്. കാരണം സുധാകരൻ ഒരു സാധാരണ നേതാവല്ല, CPM-ന്റെ പഴയ തലമുറയുടെ ശക്തമായ ശബ്ദം, പാർട്ടിക്കകത്തെ വിമർശനങ്ങളുടെ മുഖം, ആലപ്പുഴ രാഷ്ട്രീയത്തിലെ ശക്തി കേന്ദ്രം, അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം. എന്നാൽ പിണറായി കാലഘട്ടത്തിൽ പാർട്ടിക്കകത്തെ ഭിന്നാഭിപ്രായങ്ങൾ അടിച്ചമർത്തപ്പെട്ടുവെന്ന വിമർശനങ്ങൾ ശക്തമായപ്പോഴാണ് സുധാകരൻ പതിയെ ഒറ്റപ്പെട്ടത്. പാർട്ടിക്കുള്ളിൽ അവഗണിക്കപ്പെട്ടുവെന്ന വികാരം, പ്രായത്തിന്റെയും അനുഭവത്തിന്റെയും പേരിൽ പോലും ബഹുമാനം ലഭിക്കുന്നില്ല എന്ന ആരോപണം, നേതൃത്വത്തിന്റെ കേന്ദ്രീകരണത്തെ ചൊല്ലിയ അസ്വസ്ഥത, ഇവയെല്ലാം ഒടുവിൽ വലിയ രാഷ്ട്രീയ പിളർപ്പിലേക്ക് നയിച്ചു. അതിന്റെ അവസാനം സുധാകരൻ CPM-ൽ നിന്ന് അകന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയിലേക്ക് ചേക്കേറുകയും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായി CPM-ന് മാറി. ഇപ്പോൾ അതേ സുധാകരൻ നിയമസഭയിൽ അധികാരപക്ഷത്തിന്റെ ഭാഗമായിരിക്കെ പിണറായി വിജയൻ പ്രതിപക്ഷ നിരയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഇത് അധികാരത്തിന്റെ അഹങ്കാരത്തിന് ജനങ്ങൾ നൽകിയ മറുപടിയാണ് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷിക്കുന്നു. ഒരു കാലത്ത് എല്ലാവരെയും നിയന്ത്രിച്ച നേതാവെന്ന പ്രതിച്ഛായ ഉണ്ടായിരുന്ന പിണറായിക്ക് ഇന്ന് സ്വന്തം പാർട്ടിയിലെ പഴയ നേതാവിന്റെ മുന്നിൽ പോലും തലകുനിക്കേണ്ട അവസ്ഥ വന്നുവെന്ന വിലയിരുത്തലും ഉയരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്തും ഈ വിഷയത്തിൽ വലിയ അസ്വസ്ഥതയുണ്ട് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സംസാരം. സുധാകരനെ പോലുള്ള നേതാക്കൾ പാർട്ടി വിടേണ്ടി വന്ന സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് ചോദ്യം ഉയരുകയാണ്. പഴയ തലമുറയെ മാറ്റി നിർത്തിയ നേതൃത്വ ശൈലിയാണ് പാർട്ടിയുടെ ജനകീയ അടിത്തറയെ തകർത്തതെന്ന വിമർശനവും ശക്തമാണ്. കേരളത്തിൽ കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിലെത്തിയ ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനം അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രതീകാത്മകത നേടുകയാണ്. പിണറായി വിജയന് ഇത് വെറും പ്രതിപക്ഷ ജീവിതത്തിന്റെ തുടക്കമല്ല. ഒരു കാലത്ത് തന്റെ നേതൃത്വത്തിൽ ഒതുക്കപ്പെട്ടവരായി കരുതപ്പെട്ട നേതാക്കൾ ജനവിധിയിലൂടെ തിരിച്ചെത്തി അടിച്ചമർത്തിയ അതേ നേതാവിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന കാഴ്ച കൂടി നേരിടേണ്ടി വരുന്ന നിമിഷമാണ്. രാഷ്ട്രീയത്തിൽ അധികാരം സ്ഥിരമല്ല എന്ന് ചരിത്രം പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാലത്ത് ചോദ്യം ചെയ്യാനാകാത്ത ശക്തിയെന്ന് തോന്നിച്ച ഭരണകൂടം ഇന്ന് സ്വന്തം തീരുമാനങ്ങളുടെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ട അവസ്ഥയിലെത്തിയ ഏറ്റവും ദയനീയ പരാജയത്തിന്റെ മുഖമാണ് കേരളം ഇപ്പോൾ കാണുന്നത്.